ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് റാങ്ക് ഫയലിലെ ക്വസ്റ്റ്യൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ 3 ക്ലാസ് ചെയ്തത്. അതായത് യൂറോപ്പ് എന്നവരുടെ ആഗമനം, ബ്രിട്ടീഷ് ആധിപത്യം, പിന്നെ ഇന്ത്യൻ യുദ്ധങ്ങൾ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലെല്ലാത്തിനും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇന്നും നാളെയും നമ്മൾ ചെയ്യുന്നത് SCERT ആണ്. നമ്മുടെ ടൈം ടേബിൾ പ്രകാരം തിങ്കൾ ചൊവ്വ ബുധൻ റാങ്ക് ഫയലും, വ്യാഴം വെള്ളി SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പാഠപുസ്തകം, ശനിയാഴ്ച ഈ ആഴ്ച നടന്ന കറണ്ട് അഫയേഴ്സ്. ഈ രീതിയിലാണ് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ SCERT ക്ലാസ്സാണ്. SCERT ക്ലാസ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അധികം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ പഠിക്കാനുള്ള കുറേ ഉണ്ട്. പക്ഷേങ്കിൽ ഞാനിപ്പം ചെയ്യുന്നത് നമ്മളെ സിലബസിൽ ഉൾക്കൊണ്ട് കാര്യം മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ. അതായത് ഉദാഹരണം പറയാം, ഇപ്പോൾ 5ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിൽ ചരിത്രത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു പാഠഭാഗമുണ്ട്, ഒരു പാഠമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ചരിത്രാതീത കാലം, ശിലായുഗം, ഗുഹാചിത്രങ്ങൾ, ഈ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇതൊക്കെ സ്കിപ്പ് ചെയ്യുക. കാരണം ഇത് നമ്മളെ സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളെ സിലബസിലുള്ള കാര്യവും പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഏകദേശം എക്സാമിന് വരിക. കാരണം സിലബസിലേക്ക് പുറത്ത് പോയി പഠിക്കുമ്പോൾ കുറേ ടൈം എടുക്കും. നമ്മൾ ആദ്യം സിലബസിനുള്ളിൽ പഠിച്ച് തീർത്തിട്ട് ശേഷം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സിലബസിൻ്റെ പുറത്ത് പോയി പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യത്തെ ഇന്നത്തെ SCERT ക്ലാസ്സാണ്. SCERT റാങ്ക് ഫയൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കണം. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിലും ഒരു 40 GK ഭാഗത്തുള്ള ഒരു പകുതി, അതായത് റാങ്ക് ഫയൽ പകുതി ഉണ്ടാവും, ഇതിലും പകുതി ഉണ്ടാവും. 20 മാർക്കെങ്കിൽ ഇതിൽ കാണിക്കും. പക്ഷേങ്കിൽ സംഭവിച്ചാൽ ഇതിലെ കാര്യം തന്നെ റാങ്ക് ഫയൽ ഉണ്ടാവും. അതാണ്, രണ്ടും സെയിം തന്നെയാണ്. എന്നാലും നമ്മൾ ഇവിടെയും പഠിച്ച് അവിടെയും പഠിക്കുമ്പോൾ നമ്മളത് മറക്കുകയില്ല. പിന്നെ ചില കാര്യങ്ങൾ റാങ്ക് ഫയൽ ഇല്ലാത്തതിനേക്കാളും കറക്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് SCERT തുടങ്ങിയത് 5ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം കേട്ടോ. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഒറ്റ വീഡിയോ കൊണ്ട് കഴിയും തോന്നില്ല. ഓക്കെ, നമുക്ക് കുറച്ചായിട്ട് പഠിച്ചെടുക്കാം. നിങ്ങൾ അത്ര റിസ്ക് എടുക്കണ്ട. ഒരു ദിവസം ഒരു 80-100 ക്വസ്റ്റിനുള്ളിൽ, അത് 50 to 100 ക്വസ്റ്റിനുള്ളിൽ ഒരു ദിവസം പഠിച്ചെടുക്കുക. പിന്നെ ആ കാര്യം തന്നെ ലൈവിൽ അതേ ക്വസ്റ്റ്യൻ ചോദിക്കും. അതും കുറച്ച് ലൈവ് കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പുറമെ ഒരു 50-ന് പുറമെ ഒരു 100 ക്വസ്റ്റ്യനായിട്ട് ലൈവിൽ ഞാൻ ചോദിച്ചോളൂ. കാരണം ഞാനിപ്പോൾ വീഡിയോ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ വീഡിയോ പറയുന്നുള്ളൂ. അത് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടിട്ട് തന്നെ പറയുന്നത്. അതായത് വീഡിയോ പറയുന്നത് എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചെടുത്തിരിക്കണം. ഓക്കെ, ലൈവിൽ ഞാൻ പറയുന്നത് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പറയും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ഭാഗത്തിലൂടെ കടന്നു പോകുന്നതല്ലേ. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി പറയും. ഓക്കെ, പക്ഷേ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് പഠിച്ചെടുക്കണം. ലൈവിൽ വരുമ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്ലസ് ബാക്കിയുള്ള അതർ ക്വസ്റ്റ്യൻസും കൂടി ഇതിൻ്റെ നിന്ന് ഞാൻ പറഞ്ഞിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് ഇത്. ഓക്കെ, 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ചരിത്രത്തിലേക്ക് പാഠഭാഗമാണ് ആദ്യത്തെ. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഇതിൽ ലൈവിൽ ഞാൻ ചോദിച്ചോളൂ. ഓക്കെ, വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഒഴിവാക്കുന്നുണ്ട്, വരാൻ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ. പക്ഷേ ലൈവിൽ നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് മുഴുവൻ ചോദിക്കാം. ഓക്കെ, മുഴുവനല്ല, ഏകദേശം ഇമ്പോർട്ടൻ്റ് കാര്യം മൊത്തം ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികൾ ഏതായിരുന്നു? ഓക്കെ, പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികളാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുടക്കല്ലും നന്നങ്ങാടികളും കേട്ടോ. കുടക്കല്ല്, നന്നങ്ങാടികളാണ്. ഒന്നുകൂടി പറയാം, പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികളാണ് കുടക്കല്ല് കേട്ടോ. കുടക്കല്ല് എന്ന് പറയാം. കുടക്കല്ല്, നന്നങ്ങാടികൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേങ്കിൽ ഞാൻ ചോദിക്കുന്നുണ്ട് ഇത്. കാരണം എന്താണെന്ന് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞിരുന്നു. ഒരു PSC അറിയാത്ത ഒരാൾക്കും ഈ വീഡിയോ കണ്ടിട്ട് ഈ PSCയിൽ റാങ്ക് മേടിക്കാൻ, അതായത് ലിസ്റ്റിൽ വരാൻ പറ്റുന്ന രീതിയിലാണ് ഞാനെല്ലാം ചോദിക്കുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് സിമ്പിളാണെന്ന് കരുതിയിട്ടോ നിങ്ങൾ കാണുന്നവർക്ക് സിമ്പിളാണെന്ന് കരുതിയിട്ടോ ഇത് ഞാൻ ചോദിക്കാണ്ടിരിക്കുന്നില്ല, എല്ലാം ചോദിക്കുന്നുണ്ട്. സിമ്പിൾ സാധനം വരെ ചോദിക്കുന്നത്. കാരണം അതേപോലത്തെ സാധനങ്ങളെ നമ്മളെ ഈ LGS ചോദിക്കും. ഉറപ്പാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ നോക്കിക്കോ, ഈ ടൈപ്പ് സാധനങ്ങളെ തന്നെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ചോദിക്കുക. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ ഇതെന്തിനാ ഇവൻ ചോദിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. കാരണം ഇത് നമുക്കറിയായിരിക്കും, പക്ഷേ ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല, മനസ്സിലാകുന്നില്ല, എല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും. മുന്നേ പഠിച്ചിട്ട് നിർത്തിയവർ, പഠിക്കാൻ തുടങ്ങുന്നവർ, പുതുതായിട്ട് PSC രജിസ്റ്റർ ചെയ്തവർ, ഇവരൊക്കെയാണ് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ആർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ രീതിയിൽ എടുത്താൽ മതിയേ. പിന്നെ നിങ്ങളൊന്നും കൂടി അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി തറവാവും മൈൻഡിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1947 ആണ്. 1947. ഓക്കെ, 1947.
അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം. ഓക്കെ, കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1956. 1956. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 കേട്ടോ, 1956. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം 1930. 1930 കേട്ടോ. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം 1930. ഇതൊക്കെ ഈ പാഠഭാഗത്തിൽ വരുന്ന കാര്യമാണ്, ഞാൻ വേറെ എവിടുന്ന് പറയുന്നില്ല, പുസ്തകത്തിൽ ആകാനേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് കാലഘട്ടമാണ്? ഓക്കെ, കൂടുതൽ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം കേട്ടോ, നവീന ശിലായുഗം. ഓക്കെ, നവീന ശിലായുഗത്തിലാണ് കൂടുതൽ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം നവീന ശിലായുഗം. ഓക്കെ, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുന്നുണ്ട്, ഇതൊന്നും വേണ്ട, ഇത് നമുക്ക് ലൈവ് ചോദിക്കാം, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം എന്താണ്? മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മെസപ്പൊട്ടോമിയ. ഓക്കെ, മെസപ്പൊട്ടോമിയ എന്നാൽ 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഓക്കെ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം ഏതാണ്? മെസപ്പൊട്ടോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശമാണ് ഏതാണ്? ഇറാഖാണ്. ഇറാഖാണ്. മെസപ്പൊട്ടോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം ഏതാണ്? ഇറാഖ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യൂഫ്രട്ടീസും ടൈഗ്രീസും. ഓക്കെ, യൂഫ്രട്ടീസും ടൈഗ്രീസും എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കാരമായിരുന്നു ഏതാണ്? 2 നദികൾക്കിടയിലെ സംസ്കാരം എന്ന് പറഞ്ഞിരുന്നു, ഏതാ? മെസപ്പൊട്ടോമിയൻ. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. എന്ത്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഓക്കെ, യൂഫ്രട്ടീസും ടൈഗ്രീസും എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയൻ ജനത വികസിപ്പിച്ചെടുത്ത ലിപിയാണ് ഏത് ലിപിയ? മെസപ്പൊട്ടോമിയൻ ജനത വികസിപ്പിച്ചെടുത്ത ലിപിയാണ് ഓക്കെ ക്യൂണിഫോം ആണ്. ക്യൂണിഫോം. ഓക്കെ, മെസോപ്പൊട്ടോമിയൻ. ഓക്കെ, മെസോപ്പൊട്ടോമിയൻ ജനത വികസിപ്പിച്ചെടുത്ത ലിപി ഓക്കെ ക്യൂണിഫോം ആണ്. ഓക്കെ, ആപ്പിൻ്റെ ആകൃതിയിൽ ചിത്രലിപിയാണ് ക്യൂണിഫോം കേട്ടോ. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപി. ഓക്കെ, ചിത്രലിപിയാണ് ക്യൂണിഫോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയയുടെ ഏത് ഭാഗത്താണ് ക്യൂണിഫോം ലിപി ആരംഭിച്ചത്? ഓക്കെ, മെസപ്പൊട്ടോമിയയുടെ ഏത് ഭാഗത്താണ് ക്യൂണിഫോം ലിപി ആരംഭിച്ചത്? സുമേർ ആണ് കേട്ടോ, സുമേർ. ഓക്കെ, മെസപ്പൊട്ടോമിയയുടെ ഏത് ഭാഗത്താണ് ക്യൂണിഫോം ലിപി ആരംഭിച്ചത്? സുമേർ ആണ്. സുമേർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂണിഫോം ലിപി എഴുതിയിരുന്ന പ്രതലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്യൂണിഫോം ലിപി എഴുതപ്പെട്ടിരിക്കുന്ന പ്രതലം നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണാണ്. കളിമൺ പാളികൾ കൊണ്ടാണ് ക്യൂണിഫോം ലിപി എഴുതിയിരുന്ന പ്രതലം നിർമ്മിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയൻ നാഗരികതയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരില? മെസപ്പൊട്ടോമിയൻ നാഗരികതയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിഗറാത്തുകളാണ്. ഓക്കെ, സിഗറാത്തുകൾ. ഓക്കെ, സിഗറാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന പ്രദേശം എവിടെയാണ്? സിഗറാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന പ്രദേശം ഉറാണ്. കേട്ടോ, സിഗറാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന പ്രദേശം ഉറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്ന നദീതടം ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്ന നദീതടം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഇത് നൈലാണ്. നൈൽ നദിയാണ്. നൈൽ നദിയുടെ തീരത്താണ് കേട്ടോ. ഓക്കെ, ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്ന നദീതടം ഏതാണ്? നൈൽ നദിയാണ്. നൈൽ നദി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് എന്താ? നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് കുറേ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കുറേ എക്സാമിന്. ഓക്കെ, നൈലിൻ്റെ ദാനമാണ് ഈജിപ്റ്റ്. ഓക്കെ, നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ്. ഓക്കെ, ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ഓക്കെ, ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് കേട്ടോ. ഹൈറോഗ്ലിഫിക്സ് ആണ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം
ഓക്കെ, തടിയും പാപ്പിറസുമാണ്. തടിയും പാപ്പിറസും. ഓക്കെ, തടിയും പാപ്പിറസുമാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം തടിയും പാപ്പിറസുമാണ്. തടിയും പാപ്പിറസും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോകപ്രസിദ്ധമായ പിരമിഡുകൾ ഏത് സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ്? എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും ആൻസർ പറയാം. ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ 2 സെക്കൻഡ് ഗ്യാപ്പ് തരുന്നത് നിങ്ങളെ മനസ്സിൽ പറയേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ സെറ്റാവും. ഓക്കെ, ലോകപ്രസിദ്ധമായ പിരമിഡുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഓക്കെ, ഏതാ? ഈജിപ്ഷ്യനാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈജിപ്ഷ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഓക്കെ, ഫറവോ ആണ്. ഫറവോ. ഓക്കെ, പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറവോ ആണ്. ഫറവോ. ഓക്കെ, ഫറവോമാരുടെ ശവകുടീരമാണ് എന്ത്? പറഞ്ഞോ. ഫറവോമാരുടെ ശവകുടീരമാണ് പിരമിഡുകളാണ്. ഫറവോമാരുടെ ശവകുടീരം പിരമിഡുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലെ പിരമിഡ് കേട്ടോ. ഗിസയിലെ പിരമിഡ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡാണ്. ഗിസയിലെ പിരമിഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ആരാ? ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ആരാണ്? ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ഓക്കെ കുഫു രാജാവാണ്. ഓക്കെ, ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്ന നദീതടം ഏതാണ്? ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്ന നദീതടം ഏതാണ്? ഏത് നദിയുടെ തടത്തിലാണ്, ഏത് നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്? അതാണ് ചോദ്യം. ഓക്കെ, ഹൊയാഹോ ആണ്. ഹൊയാഹോ നദി. ഓക്കെ, ഹൊയാഹോ നദിയാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്ന. ഓക്കെ, ചൈനീസ് സംസ്കാരം നിലവിൽ വന്ന ഓക്കെ ഏത് നദീ തീരത്താണ് ചൈനീസ് സംസ്കാരം വന്നത് എന്ത് ചോദിച്ചാൽ ഹൊയാഹോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെങ്കലയുഗത്തിൽ രൂപം കൊണ്ട് ഇന്നും ചൈനയിൽ നിലനിൽക്കുന്ന ലിപിയാണ്? വെങ്കലയുഗത്തിൽ രൂപം കൊണ്ടിട്ട് ഇന്നും ചൈനയിൽ നിലനിൽക്കുന്ന ലിപിയാണ് ചൈനീസ് ലിപി. ഓക്കെ, ചൈനീസ് ലിപിയാണ്. വെങ്കലയുഗത്തിൽ രൂപം കൊണ്ട് ഇന്നും ചൈനയിൽ നിലനിൽക്കുന്ന ലിപിയാണ് ചൈനീസ് ലിപി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിക്കണേ. ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ച നദീതടം ഏതാണ്? ഹാരപ്പൻ. ഓക്കെ, ഇത് ഓർമ്മിച്ച് നോക്കണേ. ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ച നദീതടമാണ് സിന്ധു ആണ്. സിന്ധു നദീ തടത്തിലാണ്. സിന്ധു നദീ തീരം, സിന്ധു നദീ തടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം ഉടലെടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയൊക്കെ ആയിട്ടാണ്? ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയല്ല വരിക. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭാഗങ്ങളിലായിട്ടാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ കരുതും ഇന്ത്യയിൽ ഹാരപ്പൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനിലുണ്ടാ, ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ആലോചിക്കണം വരും. ഓക്കെ, ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നഗരാസൂത്രണത്തിന് പേരുകേട്ട നഗരം ഏതായിരുന്നു? നഗരാസൂത്രണത്തിന് പേരുകേട്ട നഗരമാണ് ഹാരപ്പയാണ്. ഓക്കെ, നഗരാസൂത്രണത്തിന് പേരുകേട്ട നഗരമായിരുന്നു ഹാരപ്പ. ഓക്കെ, സിന്ധു നദിയുടെ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഏതൊക്കെയായിരുന്നു നഗരങ്ങൾ? മോഹൻജദാരോ ഉണ്ടായിരുന്നു. ഹാരപ്പുണ്ട്. കാലിബംഗൻ. ഓക്കെ, ലോതലുണ്ട്. ഓക്കെ, മോഹൻജദാരോ ഉണ്ട്, ഹാരപ്പയുണ്ട്, കാലിബംഗനുണ്ട്, ലോതനുണ്ട്. എന്തുണ്ട്? സിന്ധു നദിയുടെ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഇവ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പായ മഹാസ്നാനഘട്ടം നിലനിന്നിരുന്നത് ഏതിലാ? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പായ മഹാസ്നാനഘട്ടം. ഓക്കെ, മഹാസ്നാനഘട്ടം നിലനിന്നിരുന്നത് മോഹൻജദാരോയിലാണ്. മഹാസ്നാനഘട്ടം അതിൽ നിന്ന് ആൻസർ എടുത്തോ. മഹാസ്നാനഘട്ടം മോഹൻജദാരോ. ഓക്കെ, മഹാസ്നാനഘട്ടം മോഹൻജദാരോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യൻ മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ഏത് കാലഘട്ടത്തിലാണ്?
മനുഷ്യൻ മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപകരണമായി ഉപയോഗിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം. ഓക്കെ, നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ മിനുസപ്പെടുത്തിയ കല്ലുകൾ ഉപകരണമായി ഉപയോഗിച്ചിരുന്നത്. ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മെസപ്പൊട്ടോമിയൻ. ഓക്കെ, മെസപ്പൊട്ടോമിയൻ. ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹരപ്പൻ എന്നിവ ഏത് യുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങളായിരുന്നു? ഓർമ്മിച്ചോ, മെസപ്പൊട്ടോമിയനായാലും ഈജിപ്ഷ്യനായാലും ചൈനീസ് ആയാലും ഹാരപ്പനായാലും ഇവ നാലും ഏത് യുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങളായിരുന്നു ചോദിച്ചാൽ വെങ്കലയുഗമാണ്. വെങ്കലയുഗത്തിൽ തന്നെയാണ് മെസപ്പൊട്ടോമിയനും ഈജിപ്ഷ്യനും ചൈനീസും ഹാരപ്പനെല്ലാം ഉണ്ടായിരുന്നത്. വെങ്കലയുഗം. ഓക്കെ, ആ ഭാഗം കഴിഞ്ഞേ. ബാക്കിയുള്ള നമുക്ക് ലൈവ് ചോദിക്കേണ്ട കാര്യങ്ങളാണ്, എല്ലാം വിട്ടേക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാത്രമേ വീഡിയോ പറയാനുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പാഠഭാഗത്തിൻ്റെ പേര് പറയുന്നില്ല, അതായത് ഓരോ പാഠവും ഇല്ലേ, നമുക്ക് 5ാം ക്ലാസ്സിലെ ഇന്ന പാഠം അങ്ങനെ പറയുന്നില്ല കേട്ടോ. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നിങ്ങളിത് പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെയും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല. ഇങ്ങനെ പറഞ്ഞത് ഈ വാക്കുകൾ ആരുടേതാണ്? ഓക്കെ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെയും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല. ഇങ്ങനെ പറഞ്ഞതാരാണ്? ഓക്കെ, ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഗാന്ധിജിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ പറയാതിരിക്കില്ല, ഞാൻ പറഞ്ഞിരുന്നു, തുടക്കക്കാർക്ക് മനസ്സിലാണ്ടിട്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓർമ്മിച്ചേ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഓർമ്മിച്ചോ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വയം കത്തുന്ന ഭീമാകരമായ ആകാശഗോളങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, സ്വയം കത്തുന്ന ഭീമാകരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങളാണ്. ഒന്നുകൂടെ പറയാം, സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഓക്കെ, സൂര്യൻ ഒരു നക്ഷത്രമാണ്, എല്ലാവർക്കും അറിയാം. സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഓക്കെ, നക്ഷത്രങ്ങൾ വലിയ തോതിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. ഓക്കെ, നക്ഷത്രങ്ങൾ വലിയ തോതിൽ താപവും പുറത്തേക്ക് വിടുന്നുണ്ട്. ചൂട് താപം എന്ന് പറഞ്ഞാൽ ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. ലൈറ്റ് പ്രകാശവും പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യനാണ്. സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഏതാണ്? ഓക്കെ, സ്വയം കറങ്ങും. ഓക്കെ, ഈ സാധനങ്ങളെ സ്വയം കറങ്ങുകയും അതിൻ്റെ ഒപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഓക്കെ, സൂര്യന് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഓക്കെ, ഈ ഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഇതായിട്ട് പഠിക്കണം. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. ചിലപ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ 3ാമത്തെ ഗ്രഹം ഏത്, സൂര്യൻ കഴിഞ്ഞാൽ 4ാമത്തെ ഗ്രഹം ഏത്, അല്ലെങ്കിൽ ഭൂമിയുടെ തൊട്ട് പുറകിലത്തെ ഗ്രഹം ഏത്, ഈ ടൈപ്പിൽ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, 8 ബുധൻ. സൂര്യൻ കഴിഞ്ഞാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ 8 പേര് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു നോക്കണേ, ഈ രീതി കേട്ടോ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഭ്രമണപഥമാണ്. ഓക്കെ, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഭ്രമണപഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയെ വലം വെക്കുന്നത് ചന്ദ്രൻ, അത് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഗ്രഹങ്ങളെ വലം വെക്കുക, അതായത് ഭൂമി ഗ്രഹം, അതിനെ വലം വെക്കുന്നത് ചന്ദ്രൻ വലം വെക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഉപഗ്രഹമാണ്. അപ്പോൾ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ഏതാണ്? ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രനാണ്. ഓക്കെ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഞാനിപ്പം പറഞ്ഞിരുന്നു, ആ പേര്
കറക്റ്റായിട്ട് പഠിച്ചു നോക്കണേ, 1 by 1 ആയിട്ട് പഠിച്ചു നോക്കണേ. ഓക്കെ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധനാണ്, ബുധൻ. ഓക്കെ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ്, ബുധൻ. ഓക്കെ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത്? ഓക്കെ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത്? ഇത് ചോദ്യം ചോദിക്കും. ഇത് സിമ്പിളായിട്ട് ആരും കരുതി വെക്കണ്ടേ, ഇത് ചോദിക്കും കേട്ടോ. ഓക്കെ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്, നെപ്റ്റ്യൂൺ. ഓക്കെ, നെപ്റ്റ്യൂൺ ആയിരുന്നു. ഓക്കെ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബുധനും സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ ആണ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന്, ഓക്കെ, സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന്, ഓക്കെ, സൂര്യനാണെന്ന് പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ്. എൻ്റെ ചെറിയത് പറയാം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ കേന്ദ്രം കോപ്പർ കേട്ടോ, കേന്ദ്രത്തിൽ നിന്ന് കോപ്പർ എടുത്തോട്ടാ. കോപ്പർനിക്കസിൻ്റെ കോപ്പർ കേന്ദ്രം എന്ന് എടുക്കുക. ഓക്കെ, അതായത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, ആ കേന്ദ്രം എന്നുള്ള വേർഡിൽ നിന്ന് ആൻസറായ കോപ്പർ കൊണ്ടുവരിക. കേന്ദ്രം കോപ്പർ. ഓക്കെ, കേന്ദ്രം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്, കോപ്പർനിക്കസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായ കോപ്പർനിക്കസിൻ്റെ രാജ്യം ഏതാണ്? ഇപ്പം പറഞ്ഞ ഈ കോപ്പർനിക്കസിൻ്റെ രാജ്യം ഏതാ? ഏത് രാജ്യക്കാരനാണ് കോപ്പർനിക്കസ്? ഏത് രാജ്യക്കാരനാണ്? പോളണ്ടാണ്. ഓക്കെ, പോളണ്ട് രാജ്യക്കാരനാണ് കോപ്പർനിക്കസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഓക്കെ, വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഓക്കെ, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ചോദിച്ചാൽ ബുധനാണ്, ബുധൻ. ഓക്കെ, ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ്, ബുധൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? 2 ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളില്ല. ഉപഗ്രഹം എന്താണെന്ന് ഞാൻ പറഞ്ഞു. കൃത്രിമ ഉപഗ്രഹം അല്ലേ, സ്വാഭാവിക ഉപഗ്രഹം. അതായത് ഭൂമിക്ക് ചന്ദ്രൻ എന്ന പോലെ, ഓക്കെ, ചൊവ്വക്ക് ഫോബോസും ഡീമോസ് എന്ന പോലെ, ഓക്കെ, ഗാനിമീഡ്, ടൈറ്റൻ ഇതുപോലുള്ള ഗ്രഹങ്ങളില്ലേ, ഓക്കെ, അതുപോലുള്ള ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഓക്കെ, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ, ഓക്കെ, ബുധനും ശുക്രനുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഭൂമി. ഓക്കെ, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്, ഭൂമി. ഓക്കെ, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്, ഭൂമി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്താണ്? ഓക്കെ, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്താണ്? നീല നിറം. ഓക്കെ, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറമാണ് നീല നിറം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം ഏതാ? സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ കേട്ടോ, സൂര്യൻ. ഓക്കെ, സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ കേട്ടോ, സൂര്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഓക്കെ, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഓക്കെ, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്, ഓക്കെ, അതും ശുക്രൻ തന്നെയാണ്. ഓക്കെ, ഏറ്റവും ചൂടുള്ള ഗ്രഹം, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ശുക്രൻ തന്നെയാണ്, ശുക്രൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വ്യാഴം സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? വ്യാഴം എന്ന ഗ്രഹം, ഓക്കെ, വ്യാഴം എത്രാം ഗ്രഹം? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം 5ാമത്തെ ഗ്രഹം. ഓക്കെ, വ്യാഴം സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം എത്രയാ? ഓക്കെ, 12 വർഷമാണ്. 12 വർഷം. ഒരു വ്യാഴവട്ടക്കാലം എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ഓക്കെ, 12 വർഷമാണ്. വ്യാഴം സൂര്യനെ വലം വെക്കാൻ എടുക്കുന്ന സമയമാണ് 12 വർഷം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെപ്റ്റ്യൂൺ, ഓക്കെ, നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം 164 വർഷമാണ്. നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം നെപ്റ്റ്യൂണിൻ്റെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ വ്യാഴത്തിൻ്റെ ചോദിച്ച് കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് വ്യാഴത്തിൻ്റെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നെപ്റ്റ്യൂണിൻ്റെ ചോദിച്ചില്ല. നെപ്റ്റ്യൂൺ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവുക, ഇതിൽ കൊടുത്തതുകൊണ്ട് പറയാം. നെപ്റ്റ്യൂൺ സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന സമയം 164 വർഷമാണ്. 164 വർഷം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യുറാനസ് സൂര്യനെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്നത് 84 വർഷമാണ്. 84 വർഷം കൊണ്ടാണ് യുറാനസ് സൂര്യനെ വലം വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ്
ഓക്കെ, ഫോബോസും ഡീമോസും ആണ്. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചേ, ചിലപ്പോൾ ചോദിക്കും ഫോബോസ് ഏത് ഉപഗ്രഹമാണ് ചോദിക്കും, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചൊവ്വയുടെ ഉപഗ്രഹം ഏതൊക്കെയാണ്? എല്ലാത്തിനും പഠിക്കേണ്ട ചൊവ്വേൻ്റെ പഠിച്ചാൽ ചൊവ്വയുടെ ഫോബോസും ഡീമോസ് ആണ്. ഫോബോസും ഡീമോസും. ഓക്കെ, ചൊവ്വയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 2 എണ്ണമാണ്. 2 എണ്ണം. അത് ഫോബോസും ഡീമോസും ആണ്. 1 ഫോബോസ് 2 ഡീമോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാന നിരീക്ഷണം തുടക്കം കുറിച്ചത് ആരാണ്? സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാന നിരീക്ഷണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലി. ഓക്കെ, ഗലീലിയോ ഗലീലിയാണ് സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാന നിരീക്ഷണ തുടക്കം കുറിച്ചതാരാണ്? ഗലീലിയോ ഗലീലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ആരാണ് ചോദിച്ചാൽ ആരാണ്? വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് അതും ഗലീലിയോ ഗലീലി തന്നെയാണ്. ഓക്കെ, വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗലീലിയോ ഗലീലിയുടെ രാജ്യം ഏതാണ്? ഗലീലിയോ ഗലീലി. നമുക്ക് ആ ഗലീലിയോ ഗലീലിയിൽ നിന്ന് ആൻസർ എടുക്കാനാവും. ശ്രദ്ധിച്ചോട്ടോ, ഗലീലിയോ, ലിയോ, ഗലീലി, ലി, എല്ലാം ലീ വരുന്നുണ്ട്. ഓക്കെ, ഗലീലിയോ, ലിയോ, ലീലി, ഗലീലിയോ, എല്ലാം ലീ വരുന്നുണ്ട്. ഗലീലിയോ ഗലീലി, വീണ്ടും ലീ വരുന്നുണ്ട്. അപ്പോൾ ഏതാ? നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇറ്റലിയാണ്. ഇറ്റലിയിലും ലീ ഉണ്ട്. ഓക്കെ, ഗലീലിയോ ഗലീലി എല്ലാം ലീ മയമാണ്. ഇറ്റലി അതും ലീ ആണ്. ഗലീലിയോ ഗലീലി, ഇറ്റലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും. ഓക്കെ, ഇത് ഓർമ്മിച്ച ഈ സംഭവം ഓർമ്മിക്കണേ. ചൊവ്വ ഗ്രഹത്തിൻ്റെയും വ്യാഴം ഗ്രഹത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങളാണ്. ക്ഷുദ്രഗ്രഹങ്ങൾ എന്നറിയപ്പെടും. ഓക്കെ, അതിൻ്റെ പേരാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഈ 2 ഗ്രഹം ഓർമ്മിക്കണം. ഏത് ഗ്രഹത്തിൻ്റെ ഇടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ സ്ഥിതി എന്ന് ചോദിച്ചാൽ ഏതാണ്? ചൊവ്വയും വ്യാഴമാണ്. ചൊവ്വയും വ്യാഴത്തിനും ഇടയിൽ കേട്ടോ. ഓക്കെ, ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും. ബുധൻ, ശുക്രൻ, ഭൂമി, പിന്നെ ചൊവ്വ, വ്യാഴം. ഓർമ്മിച്ചോ, ബുധൻ, ശുക്രൻ, ഭൂമി, 3 കഴിഞ്ഞ്, പിന്നെ ചൊവ്വ, വ്യാഴം. അപ്പോൾ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും. ഓക്കെ, ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ, ക്ഷുദ്രഗ്രഹത്തിന് ഉദാഹരണം ഐഡയാണ്. ഐഡ ഒരു ക്ഷുദ്രഗ്രഹമാണ്. വെറുതെ ഓർമ്മിച്ചോ, ഐഡ എന്നത് ഒരു ക്ഷുദ്രഗ്രഹമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഇവർ തന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഓക്കെ, ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കാൻ ആദ്യം പറയാം. ഗ്രഹമായി പരിഗണിക്കുന്നത് ആരാ? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് ഇത് പരിഗണിക്കുക. ഓക്കെ, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് ഇത് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയായിരിക്കണം എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാ? ഗോളാകൃതി ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു ഗ്രഹത്തിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത് സൂര്യനെ വലം വെച്ചിരിക്കണം. സൂര്യന് ചുറ്റും കറങ്ങിയിരിക്കണം. വലം വെച്ചിരിക്കണം, സൂര്യന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം കറങ്ങിയിരിക്കണം. മൂന്നാമത് എന്താ? തനതായതും തടസ്സങ്ങളും ഇല്ലാത്തതുമായ ഭ്രമണപഥം ഉണ്ടായിരിക്കണം. അതായത് ഒരു ലൈനിൽ ഇങ്ങനെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലൈനിൽ തന്നെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഈ ഒരു റൗണ്ട് ഈ ലൈനിൽ പോയി അടുത്ത റൗണ്ട് ഇങ്ങനെ വന്ന് അടുത്ത റൗണ്ട് തിരിച്ചു പോയി അടുത്ത റൗണ്ട് വേറെ ഗ്രഹങ്ങളുടെ പാതയിലേക്ക് കടന്ന് അതിലേക്ക് തട്ടിമുട്ടി കയറി ഈ ടൈപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് ഒരാകാശഗോളം ഗ്രഹമായി പരിഗണിക്കുന്നതാരാണ്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഓക്കെ, അവർ ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ ആ ഗ്രഹത്തിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം. ആ ഗ്രഹം സൂര്യനെ വലം വെച്ചിരിക്കണം. ആ വലം വെക്കുന്നത് എങ്ങനെയാ? തനതായതും തടസ്സങ്ങളും ഇല്ലാത്തതുമായ ഭ്രമണപഥത്തിലൂടെ സൂര്യനെ വലം വെച്ചിരിക്കണം. ഈ 3 കണ്ടീഷൻസ് കേട്ടാ ഓർമ്മിച്ച് വെച്ചാൽ. ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലല്ല, ഞാൻ കണ്ടത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ആണ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയ നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാ? കുള്ളൻ ഗ്രഹങ്ങൾ കേട്ടാ. കുള്ളൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയ നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഓക്കെ, ഷാരോൺ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഓക്കെ, ഷാരോൺ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? പ്ലൂട്ടോ ആണ്. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായിരുന്നു ഷാരോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൗരയുദ്ധത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാ? സൗരയുദ്ധത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസ്. ഓക്കെ, സൗരയുദ്ധത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഓക്കെ, ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. അതുകൊണ്ട് തന്നെ ശയന പ്രദക്ഷിണം എന്നറിയപ്പെടും, ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. 2 ചോദിച്ചാലും യുറാനസ് ആണ്. മാറിപ്പോറെന്നല്ല, നമ്മൾ
ഉരുളുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ ശയനപ്രദക്ഷിണം പഠിച്ചു വെച്ചുകൊണ്ട് ഉരുളുന്ന കേൾക്കുമ്പോൾ മാറിപ്പോറുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഉരുളുന്ന ഗ്രഹം ശയനപ്രദക്ഷിണം എല്ലാം യുറാനസ് ആണ്, യുറാനസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയുള്ള ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്, ചൊവ്വ. ഓക്കെ, പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വയാണ്. ഓക്കെ, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഗ്രഹം ഏതാ? പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഓക്കെ, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന ഗ്രഹം ശുക്രനാണ്, ശുക്രൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷം എപ്പോഴാണ്? ഓർമ്മിച്ച് നോക്കണേ. പ്ലൂട്ടോയ്ക്ക് ഗ്രഹം എന്ന പദവി മാറി കുള്ളം ഗ്രഹം എന്ന പദവിയിലേക്ക് പോയത് എപ്പോഴാണെന്ന് വെച്ചാൽ 2006 ആഗസ്റ്റിലാണ്. 2006 ആഗസ്റ്റിൽ. ഓക്കെ, പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി പോയി കുള്ളം ഗ്രഹം എന്ന പദവിയിലേക്ക് പോയത് 2006 ആഗസ്റ്റിലാണ്. ഓക്കെ, പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്ലൂട്ടോയ്ക്ക് ആ ഗ്രഹത്തിൻ്റെ പദവി നഷ്ടപ്പെടാൻ കാരണം എന്താണ്? നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കടക്കുന്നു. ഓക്കെ, ഈ പ്ലൂട്ടോ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കടക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പറഞ്ഞിരുന്നു, ഗോളാകൃതി ഉണ്ടായിരിക്കണം ഗ്രഹങ്ങൾക്ക്, സൂര്യനെ വലം വെച്ചിരിക്കണം, മറ്റ് തടസ്സങ്ങളില്ലാതെ സ്വയം ഭ്രമണപഥം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലൂട്ടോന് അതില്ല. കാരണം പ്ലൂട്ടോ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ച് കടക്കുന്നുണ്ട്. രണ്ടാമത് ഒന്നുകൂടി ഉണ്ട്. കാരണം പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഉപഗ്രഹം ഇപ്പം പറഞ്ഞതാ ഏതാ? ഷാരോൺ. ഓക്കെ, പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിനെയും കൂടി ചുറ്റുന്നുണ്ട് ഇത്. ഈ പ്ലൂട്ടോ അതിൻ്റെ ഉപഗ്രഹമായ ഷാരോണിനെ കൂടി ചുറ്റുന്നു. ഈ രണ്ട് കാരണം കൊണ്ടാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായത്. ഗ്രഹപദവി നഷ്ടമായത് 2006 ആഗസ്റ്റിലാണ്. ഇപ്പോൾ അത് കുള്ളൻ ഗ്രഹം എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാൽനക്ഷത്രങ്ങൾ. ഓക്കെ, വാൽനക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അശുദ്ധ ഹിമപദാർത്ഥമാണ്. ഓക്കെ, അശുദ്ധ ഹിമപദാർത്ഥം. ഓക്കെ, വാൽനക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? അശുദ്ധ ഹിമപദാർത്ഥമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യന് വിപരീത ദിശയിൽ കാണപ്പെടുന്ന വാലോട് കൂടിയതും വളരെ ദീർഘമായ പദത്തിലൂടെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങൾ. ഓക്കെ, സൂര്യന് വിപരീത ദിശയിൽ കാണപ്പെടുന്ന വാലോട് കൂടിയതും, അടുത്ത ആൻസർ കിട്ടും, വളരെ ദീർഘമായ പദത്തിലൂടെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐസൺ വാൽനക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ട വർഷമാണ് എപ്പോഴാ? ഐസൺ വാൽനക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ട വർഷം 2013 ആണ്. 2013. ഓക്കെ, ഐസൺ വാൽനക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ട വർഷം 2013 ആണ്. 2013. ഓക്കെ, ഐസൺ വാൽനക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ട വർഷം 2013. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഈ ക്വസ്റ്റ്യൻ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഓക്കെ, ഹാലിയുടെ വാൽനക്ഷത്രം എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? എത്രയാ? ഇത് കുറേ എക്സാമിന് കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ഹാലിയുടെ വാൽനക്ഷത്രം. ഓക്കെ, ഹാലിയുടെ വാൽനക്ഷത്രം എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് ചോദിച്ചാൽ എത്രയാ? 76 വർഷം കേട്ടോ. 76 വർഷം കൊണ്ടാണ് ഹാലിയുടെ വാൽനക്ഷത്രം. ഹാലിയുടെ വാൽനക്ഷത്രം എന്നതൊരു വാൽനക്ഷത്രമാണ്. ഓക്കെ, ഹാലിയുടെ വാൽനക്ഷത്രം 76 വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പമുള്ള പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നതാണ് എന്താണ്? ഉൽക്കകളാണ്. ഉൽക്കകൾ. ഓക്കെ, ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പമുള്ള പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഉൽക്കകൾ. എല്ലാവർക്കും അറിയാം ഉൽക്കകൾ. ഓക്കെ, കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കയുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. ഓക്കെ, കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കയുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ. ഓക്കെ, അവയുടെ ഉപഗ്രഹങ്ങൾ. ഓക്കെ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നത് എന്താണ്? എന്നിവ ഇതെല്ലാം കൂടിയിട്ട് ഉൾപ്പെടുന്നത് എന്താണ്? സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ. ഓക്കെ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നുവേണ്ട സകലമാന സാധനങ്ങൾ ഉൾപ്പെടുന്ന ആ മേഖലയിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ് ഏതിൽ ഉൾപ്പെടുന്നു? സൗരയുദ്ധം. കേട്ടോ, സൗരയുദ്ധമാണ്. സൗരയുദ്ധം എന്നിവ ഉൾപ്പെടുന്നതാണ്. സൗരയുദ്ധത്തിലാണ് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും ഉൾപ്പെടുന്നത് സൗരയുദ്ധമാണ്. സൗരയുദ്ധം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗം. ഓക്കെ, 2/3 ഭാഗം ജലമാണ്. ജലം. കേട്ടോ, ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗം ജലമാണ്. ജലം. ഓർമ്മിച്ചോ, ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗം ജലമാണ്. ജലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാ? ഇത് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷനായിട്ട് മാറേ.
ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ശുക്രൻ എന്നെല്ലാം മറ്റും കൊടുത്തിട്ടുണ്ടാവും. ചൊവ്വ, ശുക്രൻ എന്നെല്ലാം മറ്റും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതെല്ലാം ഗ്രഹമെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യൻ. ഓക്കെ, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരു സമൂഹമായി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതിനെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരു സമൂഹത്തിൽ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരു സമൂഹമായി, ഓക്കെ, ഒരു സമൂഹമായി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതിനെ അറിയപ്പെടുന്നതാണ് ഗാലക്സികൾ കേട്ടോ. ഗാലക്സികളാണ്, ഗാലക്സികൾ. ഓക്കെ, ഗാലക്സികൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൗരയുദ്ധം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? സൗരയുദ്ധം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ഏത് പേരിലാന്ന് ചോദിച്ചാൽ ഏതാണ്? ക്ഷീരപഥം കേട്ടോ. ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ. ഈ സാധനം ഓർമ്മിച്ച് വെക്കണേ, ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. സൗരയുദ്ധം ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ക്ഷീരപഥം, ആകാശഗംഗ. നമ്മളെ ടോപ്പിക്കിൽ അങ്ങനെ തന്നെ തന്നിട്ടുള്ള ഭാഗമാണ് ഇത്. അതായത് ഭൗതികശാസ്ത്രം രസാന്തര ഭാഗത്തിലെ അതിൻ്റെ അകത്ത് 12ാമത്തെ ടോപ്പിക്ക് പഠിക്കാനുള്ളത് സൗരയുദ്ധം എന്നാണ് പഠിക്കാനുള്ളത്. സൗരയുദ്ധം. ഓക്കെ, അതിൽ നമ്മൾ റാങ്ക് ഫയൽ പോലും അല്ല ഇത് പറയുന്നത്. ഇത് 5ാം ക്ലാസ്സിലെ ബുക്കാണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ ബുക്കിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സൗരയുദ്ധം ഉൾപ്പെടുന്ന ഗാലക്സി, ഓക്കെ, അറിയപ്പെടുന്നതാണ് ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ. ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് ഏത്? കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് എന്ത്? പ്രപഞ്ചമാണ്. പ്രപഞ്ചം. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. സൗരയുദ്ധം. ഓക്കെ, സൗരയുദ്ധം ഉൾപ്പെടുന്ന ഗാലക്സി. ഓക്കെ, നമ്മളെ സൂര്യൻ, ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഈ സാധനങ്ങളുള്ള സൗരയുദ്ധം ഉൾപ്പെടുന്ന ഏത് ഗാലക്സിയിലാണ് ഉൾപ്പെടുന്ന ഈ സൗരയുദ്ധം? ഏത് ഗാലക്സിയിലാന്ന് ചോദിച്ചാൽ ക്ഷീരപഥം എന്ന ഗാലക്സിയിലാണ് കേട്ടോ. ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയിലാണ് സൗരയുദ്ധം ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചമാണ്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ SCERTൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്തത് കേട്ടോ. ഒരു എത്ര ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഒരു 85 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ ഭാഗം പഠിച്ചു വെച്ചാൽ തന്നെ 5ാം ക്ലാസ്സിൻ്റെ ഒരു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പകുതിയായി. പെട്ടെന്ന് അതായത് ഇമ്പോർട്ടൻ്റ് മാത്രമേ പറയുന്നില്ല, ബാക്കി കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ലൈവിൽ എന്തായാലും പറയും. ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ഒഴിവാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കൂട്ടിയിട്ട് ലൈവ് പറഞ്ഞോ. ഓക്കെ, ഇതെന്തായാലും നമ്മൾ പഠിച്ചോ. ഇതെന്തായാലും പഠിക്കണേ. ഈ വീഡിയോ ചെയ്യുന്ന മുകളിൽ പഠിക്കണം. അത്ര ഇമ്പോർട്ടൻ്റായി ഞാൻ നോക്കി ചെയ്ത് വെച്ചതാണ്. ഞാനും പഠിച്ചിട്ട് എക്സാമിന് പോകാറ്. ഓക്കെ, മാർക്കും കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ നാളെ ഉണ്ടാവും. എന്നാലും വൈകുന്നേരം ലൈവ് ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യവും പിന്നെ ഇതിന് മുന്നിലത്തെ വീഡിയോ പിന്നെ ഇതിൽ പറയാത്ത കാര്യം എല്ലാം കൂട്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നോക്കുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് കാര്യം തോന്നുന്നതെല്ലാം ലൈവിലുണ്ടാവും. ഓക്കെ, എന്നാൽ ലൈവിൽ കാണാം. ബാക്കി ഇതിൻ്റെ വീഡിയോ നാളത്തെ ക്ലാസ്സിലുണ്ടാവും. ഓക്കെ, എന്നാൽ ബൈ.